നമസ്കാരം. ഷക്കേന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ് ജമായത്തെ ഇസ്ലാമിയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അവിശുദ്ധമായ കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. കേരളം തീവ്രവാദികളുടെ ഹബ്ബാണ് എന്നുള്ളത് പഴകി ഒരുപാട് അങ്ങ് എത്തിയ ഒരു വാക്യമാണ്. പക്ഷേ ഇന്നും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ തന്നെ മതി എന്ന് തരത്തിൽ നമ്മളെ മനസ്സിലാക്കി തരുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ ഇലക്ഷന്റെ സമയത്ത്, എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ക്രൂഷ്യലായ ഒരു സമയത്ത് അവർ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എത്രയോ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, എത്രയോ തീവ്രവാദ ആക്രമണങ്ങൾ, അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എത്രയോ ഡിസ്ട്രക്റ്റീവാണ് അത് എന്ന്, മനുഷ്യ ജീവിതങ്ങൾക്ക് എത്രയോ ദോഷകരമാണ് അത് എന്നുള്ളത് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ടും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രം അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ആണ് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു ബാന്ധവത്തിലേക്ക് എത്താൻ സാഹചര്യം ഒരുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ ഫാദർ സ്കോട്ട്സ്ലിബ പുളിമൂടൻ, അതുപോലെ കത്തോലിക്ക കോൺഗ്രസ് നേതാവായ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകനായ ജോൺസൺ കൊച്ചുപറമ്പിൽ എന്നിവരാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം തന്നെ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ജമായത്തെ ഇസ്ലാമി എന്താണ് അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാം വളരെ വ്യക്തമാണ്. അതിൽ ആർക്കും വലിയ സംശയങ്ങളൊന്നുമില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കോൺഗ്രസ് എന്തുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും കേവലം കുറച്ച് വോട്ടിന് വേണ്ടി, അതും ഒരു ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടിന് വേണ്ടി, ഇന്ത്യയിൽ നമുക്കറിയാം കോൺഗ്രസ് പലപ്പോഴും ആരോപണം ഉന്നയിക്കുന്നുണ്ട് NDAക്കെതിരെ അവരുടെ തീവ്രവാദ രീതികളെ കുറിച്ച്. എന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് നീങ്ങുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഓക്കെ റോബിനെ, അതിനു മുമ്പായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു വെൽഫെയർ പാർട്ടിയുമായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബാന്ധവമുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പൊളിറ്റിക്കൽ മുഖമാണ്. ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം 1941 ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് മൗദൂദി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്നത്തെ ആഗോള ഇസ്ലാം തീവ്രവാദത്തിന്റെ ഒരുപക്ഷെ ജനീതാവ് എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ അതിൽ ഇൻസ്പയർ ചെയ്തുകൊണ്ട് അതിൽ ആകർഷണമായിക്കൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തിയതാണ് ജമാഅത്തെ ഇസ്ലാമി. മതരാഷ്ട്രവാദമാണ് വാസ്തവത്തിൽ ഉന്നയിക്കുന്നതും. 2047 ആകുമ്പോഴത്തേക്കും ഇസ്ലാമിക മതഭരണം ഡെമോക്രസിക്ക് പകരം തിയോക്രാറ്റിക് രാജ്യം ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് അവരുടെ ലിഖിതങ്ങളിലും അവരുടെ സംസാരങ്ങളിലും ഒക്കെ കൃത്യതയോടെയുള്ളതാണ്. അതിനൊരു പൊളിറ്റിക്കൽ മുഖമായിട്ടാണ് വെൽഫെയർ പാർട്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ബന്ധങ്ങള് ആഗോള മതഭീകരതയെയും മതവർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ ഉള്ള സംഘടനകളുമായിട്ടുള്ള ബന്ധങ്ങള് അത് തികച്ചും അനൗചിത്യമാണ്. താൽക്കാലിക ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിനും വേണ്ടി ഇത്തരം സംഘടനകളോട് കൈകോർക്കുകയോ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് ഒരിക്കലും, അല്ലെങ്കിൽ അതിന്റെ താല്പര്യങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇന്നലെ പുറപ്പെടുവിച്ച കൃത്യമായ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യം മാത്രമല്ല, തീർച്ചയായിട്ടും അവിടെ അത് വന്നതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ സംവിധാനത്തെ പാർട്ടികളെ കൊള്ളാനോ തള്ളാനോ അല്ല സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രമിക്കുന്നത്. മറിച്ച് രാഷ്ട്രീയക്കാരുടെ ഈ വർഗീയ മതമൗലിക ഭീകരവാദ സംഘടനകളോടുള്ള കൂടിച്ചേരലുകളെ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ അത് നാടിന് ആപത്താണ് എന്ന് പൊതുസമൂഹത്തെ ചൂണ്ടിക്കാണിക്കുകയും ഈ മതഭീകരവാദത്തിനെതിരെ പറയാൻ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തോട് സ്നേഹമുള്ള കത്തോലിക്ക കോൺഗ്രസ് അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത്. ആദ്യം ഞാൻ പറയുക, അത് മനസ്സിലാക്കാത്ത ആളല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരെല്ലാവരും ഘോരഘോരം മതവർഗീയതയെ കുറിച്ച് സംസാരിക്കുകയും എന്നാൽ ആവശ്യാനുസരണം അതിനെ എടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് ഇവിടെ കാണുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറത്ത്
അല്ലെങ്കിൽ താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങളെക്കാൾ അപ്പുറത്ത് അത് രാജ്യത്തിനും സംഘടനയ്ക്കും അവരുടെ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ അപകടം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. മറിച്ച് സമയാസമയങ്ങളിൽ എന്ത് അശുദ്ധ ബാന്ധവമാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായി നേട്ടം കൊയ്യുക എന്നുള്ളത് മാത്രമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. സഭയ്ക്ക് അല്ലെങ്കിൽ സമുദായത്തിന് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം പാർട്ടിയുമല്ല, മറിച്ച് അത് വിഷയങ്ങളിലെ നിലപാടുകളാണ്. ഒരു വിഷയത്തിലെ നിലപാടാണ് ഈ സമുദായത്തിന്റെ ഈ സഭയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ആ വിഷയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് ഇതാണ്: ഇത് മതഭീകരവാദത്തെ അനുകൂലിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സഹായമാകുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒഴിവാക്കണം. ഫ്രാൻസിസ് പാപ്പ തന്നെ, ബെനഡിക്ട് പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം ഉന്നതമായ ഒരു പ്രവൃത്തിയാണ്, അത് വിശുദ്ധിയുടെ മറ്റൊരു രൂപമാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് വിഷയങ്ങളുടെ നിലപാടുകളായിരിക്കണം എന്നുള്ളതാണ്. ഫ്രാൻസിസ് പാപ്പ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും സുന്ദരമായ അവസരമാണ് രാഷ്ട്രീയം എന്ന്. രാഷ്ട്രീയ പ്രവർത്തനം ഒരു തൊഴിലായി മാറുമ്പോൾ അത് അഴിമതിക്ക് കാരണമാകും, സ്വാഭാവികമാണ്. നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിൽ പോലും സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക കാഴ്ചപ്പാട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സുവിശേഷ പ്രവർത്തനം അപൂർണമാണ് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതിനെ നീക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു സുവിശേഷ പ്രഘോഷണം അപൂർണമാണ് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും സഭാ സംവിധാനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കാളികളാകുക എന്നത് ക്രൈസ്തവന്റെ മിഷൻ പ്രവർത്തനം തന്നെയാണെന്നാണ് നമ്മുടെ ചിന്താധാര. അവരുടെ രാഷ്ട്രീയ സാമൂഹിക പ്രേരിതത്തെ കുറിച്ച് പറയാതെ ഒരു സുവിശേഷ പ്രഘോഷണം അപൂർണമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നിലപാടുകളിലെ ഈ വ്യക്തത നമ്മൾ വരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും ഒരു അധാർമികത അല്ലെങ്കിൽ ധാർമ്മികമായ മൂല്യത്തിൽ സംഭവിച്ചാൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും രാഷ്ട്രീയത്തിനും അപകടകരമാണ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോൾ അതിനെ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച് പൊതുസമൂഹത്തിന്റെ വിധിക്ക് വേണ്ടി അതിനെ സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും പ്രസ്താവനകളോടെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഈ തരുണത്തിൽ നിന്ന് ഉറപ്പിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ബന്ധം, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ആയി ബന്ധമുള്ള അഭേദ്യ ബന്ധമുള്ള മതഭീകര സംഘടനയുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടി, ഒരുപക്ഷെ അത് ഏത് മുന്നണി ചെയ്താലും തെറ്റാണ്, ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും തെറ്റാണ്. ഇപ്പൊ PDPയുടെ കേസ് പറയുന്നുണ്ട്. ഇതുപോലുള്ള സംവിധാനങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഇവിടെ തടസ്സമില്ല. അതല്ല എന്ന് വ്യക്തമാക്കുന്നത് ആ സമുദായത്തിലെ നേതൃത്വം വേണം. നമ്മൾ കാണാം, ഇപ്പൊ സമസ്തയുടെ നേതൃത്വം, സമുദായ നേതൃത്വം പറയുന്നു സ്വാഭാവികമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിപക്ഷ നേതാവ് വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ശരിയല്ല, അതങ്ങനെയല്ല എന്നുള്ളത് അവർ അവകാശപ്പെടുന്നുണ്ട്. ഇവിടുത്തെ മുസ്ലിം ലീഗ് അത് രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അവരും അതിനെ അത്തരത്തിൽ ആശങ്കയോടെ കാണുന്നുണ്ട്. അപ്പൊ മുസ്ലിമിന്റെ മുഖ്യധാര മുസ്ലിം സമൂഹത്തിലെ സംഘടനകളും പ്രസ്ഥാനങ്ങളും സമുദായ നേതൃത്വങ്ങളും ഇതിനെ തള്ളി പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് കോൺഗ്രസ് പോലുള്ള ഒരു മതേതര പാർട്ടി മതേതര മൂല്യങ്ങളിലും ദേശീയതയിലും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി നിലകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതെന്ന് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. അതിനെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഡിസോൺ ചെയ്യേണ്ടത്. ഇവർക്ക് എന്തുണ്ടാവണം? മതമൗലിക വർഗീയ ഭീകരവാദികളുടെ സഹായം ആവശ്യമില്ല എന്ന് പറയാനാണ് ഈ രാഷ്ട്രീയക്കാർക്ക് ആർജവമുണ്ടാവേണ്ടത്. മതമൗലിക ഭീകരവാദികളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, അതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നേതൃത്വം പറയണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതൃത്വം രൂപപ്പെടണം. അങ്ങനെ രൂപപ്പെടാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അപകടം ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചകളിലൊക്കെ കാണുന്നുണ്ട്, PDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഇരുന്നുള്ള ചർച്ചകളാണ്. ആ ചർച്ചകളിൽ ഇവർ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നത് കാണാം. ആരാണ് കൂടുതൽ വർഗീയവാദി, ആരാണ് കൂടുതൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് അടിമയായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളതിന് അവർ തമ്മിൽ പരസ്പരം ഇരുന്ന് ചാനലുകളിൽ പോലും ചർച്ചയിൽ പരസ്പരം വാഗ്വാദങ്ങൾ നടന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വർഗീയവാദം അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരവാദം അല്ലെങ്കിൽ മതതീവ്രവാദം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ അത്? അത്തരത്തിലുള്ള സംവിധാനങ്ങളുമായിട്ട് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ബന്ധമുണ്ടാക്കാൻ കഴിയുക, ഒരു മുന്നണിക്ക് ബന്ധമുണ്ടാക്കാൻ കഴിയുക? ഏത് മുന്നണിയായാലും അതിനെ നമ്മൾ പൊതു സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അതിനെതിരെ പൊതുസമൂഹത്തിന്റെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് അതിനെ നമ്മൾ സമൂഹത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ തിരുത്തൽ ശക്തിയായി മാറാനുള്ള ഇച്ഛാശക്തി കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതിനകത്തെ സ്റ്റാൻഡും. ഞാൻ അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. റോബിൻ, ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി അവരുടെ അജണ്ട എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ രാഷ്ട്രീയ
പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഫാദർ സ്കോട്ട്സ് ലീബ പുളിമൂടൻ ഇവർക്ക് ഇങ്ങനെ ഒരു ബാന്ധവത്തിലേക്ക് പോകാൻ കഴിയുന്നത്? കാരണം ജമായത്തെ ഇസ്ലാമി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇവർക്ക് അറിവില്ലേ ശരിക്കും? തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതു തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുമ്പോൾ ഇവിടുത്തെ മുന്നണി പ്രസ്ഥാനങ്ങൾ ഏത് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മളെ വളരെ ആശങ്കയോടുകൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിക്കണ്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജമാഅത്ത് ഇസ്ലാമി, PDP അല്ലെ അങ്ങനെയുള്ള മൗലികവാദം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘടനകളുടെ പിന്നാലെ പോകുമ്പോൾ ഇവിടുത്തെ മറ്റ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക, ഈ പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ പോകുന്നത് ഇവർ അറിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഇവർക്ക് ഇതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവുകളും ഇവിടെ ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അവരുടെ പ്രവർത്തന ശൈലികളും എന്താണ് എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അറിയുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം നേതാക്കൾ ഇതിന്റെ പിന്നാലെ പോകുന്നതിന്റെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം അത്രയും ശക്തമായിട്ട് മാറുന്ന ഈ കാലഘട്ടത്തിൽ അവരെ കൂടാതെ പിടിച്ചു നിൽക്കാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് അത്തരം സംഘടനകൾക്ക് കഴിഞ്ഞു. അത്തരം സംഘടനകൾക്ക് വോട്ട് ബാങ്കുകളായിട്ട് മാറുവാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇന്നലകളിൽ മാറ്റിമറിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ചാക്കോ സാർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവരുടെയെങ്കിലും വോട്ട് വേണ്ട എന്ന് പറയുവാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ നേതൃത്വം കാണിക്കുന്ന രീതിയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവരെ ഈ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച ഒരാളെ ഉള്ളൂ, ആ വ്യക്തി തോറ്റു എന്നുള്ളതാണ് നമ്മൾ ഇന്നലകളിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രത്യേക പശ്ചാത്തലങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും വിജയിച്ച് കയറണം, ഇത്തവണത്തെ വിജയം 2026 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുവാനായിട്ടുള്ള ശ്രമം ഇവിടുത്തെ 3 മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരുടെ പിന്നാലെ പോയാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും വോട്ട് ചെയ്ത് ജയിച്ച് കയറിയാൽ മതിയെന്നുള്ള രീതിയിലേക്ക് ഇവിടുത്തെ ഇടതു വലത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ മാറിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ പിന്നാലെ പോകാം. ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ കേരളത്തിലെ നസ്രാണികൾ ഒരു വോട്ട് ബാങ്കായിട്ട് മാറുന്നില്ല എന്നുള്ളതിന്റെ കൂടെ ഒരു അടയാളമാണ് ഈ ഒരു രാഷ്ട്രീയ ചിത്രം നമുക്ക് നൽകുക. നമ്മുടെ വോട്ടോ അല്ലെങ്കിൽ നമ്മുടെ പിന്തുണയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചർച്ചകളും ഇന്ന് ഈ നിമിഷം വരെ ഒരു മാധ്യമ വഴിയും കണ്ടിട്ടില്ല. നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു പൊതുവികാരം എന്താണെന്ന് മനസ്സിലാക്കാനും ആ വികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചിന്താധാര രൂപപ്പെട്ടു വന്നിട്ടില്ല. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ കൊണ്ട് ഇല്ല എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് ജയിച്ച് കയറാനാകും എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത ഇവരുടെയൊക്കെ മനസ്സിൽ നിൽക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? ക്രിസ്ത്യാനികളുടെ മുഖമായിട്ട് പലരും അവകാശപ്പെട്ട് മുന്നോട്ട് വരുമ്പോഴും അവരുമൊക്കെ പല സമയങ്ങളിലും പല അവസരങ്ങളില് ഈ സമുദായത്തെ ഒറ്റിക്കൊടുത്തിട്ടുള്ളവരാ. അപ്പോൾ ഈ സമുദായത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സംഘടനാ സെറ്റപ്പ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിർണായകമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഇല്ലാതെ പോകുന്നുണ്ട് എന്നുകൂടെ നമുക്ക് തിരിച്ചറിവ് നൽകുവാനായിട്ട് ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ തിരിച്ചറിവുകളോടെ നമ്മൾ മുന്നോട്ട് പോകണം. ആ തിരിച്ചറിവുകളുടെ മുന്നോട്ട് പോയിട്ട് വ്യക്തമായ നിലപാടുകൾ എടുക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുവാനും വ്യക്തമായ നിലപാടുകൾ എടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് ക്രിസ്തീയ സമുദായത്തിന് കഴിയണം. ഇത്തരം കൂട്ടുകെട്ടുകളെ തീർച്ചയായിട്ടും പൊതുസമൂഹം വിലയിരുത്തേണ്ടതായിട്ടുണ്ട് എന്നുകൂടെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഈ ഒരു ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൽ, ഫാദർ സൂചിപ്പിച്ചു എത്രത്തോളം അരക്ഷിതാവസ്ഥയിലേക്കാണ് ഒരു നാടിനെ തള്ളിവിടാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു സമൂഹത്തെ തള്ളിവിടാൻ ഇത് പ്രാപ്തമാക്കുന്നത് എന്ന്. എങ്ങനെയാണ് അങ്ങേക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾ? ഇപ്പോൾ MV ഗോവിന്ദൻ തന്നെ അവർ തമ്മിൽ ഉള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ സെക്കുലർ ആകുന്നു, മറ്റൊരാളുടെ കൂടെ നിൽക്കുമ്പോൾ തീവ്രവാദിയാകുന്നു എന്ന് വെച്ചാൽ ആത്യന്തികമായി തീവ്രവാദിയാണ് എന്ന് പറയാൻ ആർക്കും അങ്ങോട്ട് കഴിയാത്ത ഒരവസ്ഥ. അത് മറ്റുള്ള ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട, അങ്ങനെ പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ എത്രത്തോളം അത് ഒരു അരക്ഷിതാവസ്ഥയിലേക്ക്, ഈ നാടിനെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാൻ പ്രാപ്തമാണ് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? റോബിൻ ചോദിച്ചത് കറക്റ്റാണ്. ഒരു വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഞാന് നമ്മുടെ ഈ ചർച്ച കേൾക്കുന്ന പൊതുസമൂഹത്തോട് ആദ്യമേ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. രാഷ്ട്രീയ നേതൃത്വമാണോ തിരുത്തേണ്ടത്, ജനങ്ങളാണ്? അതാണ് ചോദ്യം. രാഷ്ട്രീയ നേതൃത്വങ്ങൾ തിരുത്തും എന്ന് വിചാരിച്ചുകൊണ്ട് ജനങ്ങൾ രാഷ്ട്രീയ അടിമകളായി നിലനിൽക്കുന്നതിന്റെ
ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ കോൺഗ്രസിന് അടിമകളുണ്ട്, ഇടതുപക്ഷത്തിന് അടിമകളുണ്ട്. ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ എന്ത് രാജ്യവിരുദ്ധ നിലപാടെടുത്താലും, എന്ത് ജനവിരുദ്ധ നിലപാടെടുത്താലും അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പറയുന്ന ഒരു അടിമ വിഭാഗം ഇവിടെയുണ്ട്. അതിന്റെ ധാർഷ്ട്യമാണ് ഈ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും കാണിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ്? അവർ എന്ത് ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്? അവരുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നിലപാട് എന്താണ്? അവരുടെ സ്ഥാപന ലക്ഷ്യം എന്താണ്? ജോസഫ് സാറ് പറഞ്ഞതുപോലെ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ അതേ ആശയത്തോടെ നമ്മുടെ രാജ്യത്തെ മതരാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോഴും ചങ്കിൽ കൈവച്ചാൽ സതീശനും പറയും. സതീശനും അത് തന്നെ പറയാൻ കഴിയുള്ളൂ. ബഹുമാനായ പ്രതിപക്ഷ നേതാവിനെ ഞാൻ അങ്ങനെ കൊച്ചാക്കി പറയുന്നതല്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ചങ്കിൽ കൈവച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിലയിരുത്തിയാൽ അദ്ദേഹത്തിനും പറയേണ്ടി വരും, ജമാഅത്തെ ഇസ്ലാമി പ്രതിദാനം ചെയ്യുന്നത് മതരാഷ്ട്രത്തിന് വേണ്ടി തന്നെയാണ്. PDP-യെ വെള്ളപൂശി ഗോവിന്ദൻ മാഷ് പറഞ്ഞു, PDP ഏറെ പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണ്. കേരള സമൂഹം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഏറ്റവും ആദ്യമായി മുസ്ലിം മത തീവ്രവാദത്തിന്റെ ആവേശം പകർന്ന പ്രസംഗങ്ങൾ നൽകിക്കൊണ്ട് മുസ്ലിമിലെ യുവജനതയെ മതരാഷ്ട്രത്തിലേക്ക് ചിന്ത വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണ് മദനി. ആർക്ക് സംശയമില്ല കാര്യത്തിൽ. മദനി പിന്നീട് നിയമത്തിന്റെ കുരുക്കുകളിൽപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ പശ്ചാത്തപിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി പരസ്യമായി മത തീവ്രവാദ പ്രസംഗം നടത്തിയ വ്യക്തിയാണ് മദനി. ആ മദനിയുടെ പാർട്ടി ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട എന്ത് പീഡനമാണ് PDP-യുടെ ജനത ഇവിടെ അനുഭവിച്ചത്? മദനി തെറ്റ് ചെയ്തു, വിചാരണ തടവുകാരനായി കിടക്കുന്നു. PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ നേതാക്കന്മാർക്കോ അണികൾക്കോ ഈ സമൂഹത്തിൽ നിന്ന്, ഇവിടുത്തെ ഭരണകൂടത്തിൽ നിന്ന് എന്ത് പീഡനമാണ് ലഭിച്ചത്? അപ്പോൾ ഇതൊന്നും ഗോവിന്ദൻ മാഷിനും അറിയത്തില്ലാണ്ടല്ല. റോബിനെ, ഒറ്റ കാര്യമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് വന്നാൽ ഞങ്ങൾക്ക് കുറെ അടിമകളുണ്ട്. ആ വോട്ട് ഞങ്ങളുടെ ഫിക്സഡ് വോട്ടുകൾ. പിന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ ഏതാനും വോട്ടുകൾ വേണം. അതിനാരുടെയും കാല് പിടിക്കാനും കാല് തഴുകുവാനും കാല് നക്കുവാനും തയ്യാറാകുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. UDF-ന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിക്കാം. റോബിനെ, ബഹുമാനനായ നമ്മുടെ അന്തരിച്ച KM മാണി സാർ, ബഹുമാനനായിരുന്ന പാണക്കാട് ശിഹാബ് തങ്ങൾ, ബഹുമാനനായിരുന്ന K കരുണാകരൻ, ഇവരൊക്കെ നേതൃത്വം കൊടുത്ത ഈ 3 മുന്നണികളായിരുന്നല്ലോ പ്രധാനപ്പെട്ട കക്ഷികൾ. ഒന്നാമത്തെ കക്ഷി കോൺഗ്രസ്, രണ്ടാമത്തെ കക്ഷിയായി കേരള കോൺഗ്രസും മാണിയും ഈ ലീഗും തുല്യതയോടെ നിലനിന്നിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. കേരള കോൺഗ്രസുകൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തെ അവർ വേണ്ട വിധത്തിൽ പരിഗണിക്കാതിരിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ അവസരം കിട്ടിയപ്പോഴൊക്കെ ഒറ്റുകൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടും അവർ കാലാകാലങ്ങളിൽ പൊട്ടിപ്പിളർന്ന് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലകൊണ്ടതുകൊണ്ടും ആ പാർട്ടി താഴേക്ക് പോയി മുസ്ലിം ലീഗ് മുന്നോട്ട് പോയി. ആ മുസ്ലിം ലീഗാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ കോൺഗ്രസിനെ പോലും നിയന്ത്രിക്കുന്ന കക്ഷി. ഇതിവിടുത്തെ സാധാരണക്കാർക്ക് അറിയാവുന്നതാണ്. ഈ പാർട്ടിക്കാരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പറയുമോ, അരിയാഹാരം കഴിച്ചവർക്ക് മനസ്സിലാകും, അരിയാഹാരം കഴിച്ചവർക്ക്. അങ്ങനെ അരിയാഹാരം കഴിച്ചവർക്ക് മനസ്സിലാകുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടുത്തെ എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാകും. ഐക്യ ജനാധിപത്യ മുന്നണിയെ നിയന്ത്രിക്കുന്ന കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം മതരാഷ്ട്രവാദമാണ്, അത് തിരുത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറയുന്നു ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ല. ഇതൊരു നാടകം. ഞാൻ പഠിച്ചെടുത്ത് 5000-ൽ താഴെ ഏതാണ്ട് 3500-ന് മുകളിൽ ഉള്ള വോട്ടുകളെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വെൽഫെയർ പാർട്ടിക്ക് ഉള്ളത്. നിലമ്പൂരിലെ ഒരു ചതുഷ്കോണ മത്സരമോ ആദ്യം പ്രതീക്ഷിച്ച അൻവറിന്റെ കൂടെ നിൽക്കുന്ന വോട്ടുകളൊന്നും UDF-ന് കിട്ടില്ല. മലയോര മേഖലയിലെ ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകളിൽ സംശയമുണ്ട്. അപ്പൊ UDF പ്രതീക്ഷിച്ച വോട്ടുകളൊന്നും കിട്ടാതെ വന്നപ്പോ ഏത് തീവ്രവാദി, അവൻ രാജ്യദ്രോഹി ആയിക്കോട്ടെ,
ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. രാജ്യദ്രോഹിയുടെ പോലും വോട്ട് ഞങ്ങൾക്ക് വലുതാണെന്ന് പറയുന്ന നയത്തിലേക്ക് കോൺഗ്രസ് അധപതിച്ചു. ഞാനൊരു കാലഘട്ടത്തിൽ പൊതുപ്രവർത്തകനായിരുന്നു. ഞാൻ ഒത്തിരി മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട്. അന്ന് വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു കോൺഗ്രസ് ഉയർത്തിയിരുന്ന മുദ്രാവാക്യം: മതേതരത്വം, ജനാധിപത്യം, രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത. ഇന്ന് കോൺഗ്രസിന് ഇതിലേതെങ്കിലും ഒന്നിനെ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുവാൻ കഴിയുമോ? ഈ രാജ്യം നിർണായകമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും രാജ്യം അവിടെ സൈന്യം പോരാടുകയും ചെയ്ത് വിജയത്തിലേക്ക് വന്നപ്പോൾ പോലും കോൺഗ്രസ് എടുത്ത നിലപാട് നമുക്ക് മനസ്സിലായില്ലേ? കോൺഗ്രസ് രാഷ്ട്രത്തിനൊപ്പമായിരുന്നോ പാകിസ്ഥാനൊപ്പമായിരുന്നു? അപ്പോൾ പിന്നെ കോൺഗ്രസിനെ നമ്മൾ എന്തിനു കൂടുതൽ വിശ്വസിക്കണം? വെറും 3500 വോട്ടുകൾക്ക്, ബഹുമാനെ അച്ഛൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു നേതാവെ നിങ്ങളുടെ വോട്ട്, തീവ്രവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആണ് കേരളത്തിലുള്ളതെന്ന് പ്രേക്ഷകർക്കെല്ലാം അറിയാം. പൂഞ്ഞാറിൽ മത്സരിച്ചിരുന്ന ബഹുമാനായ PC ജോർജ് സാർ അദ്ദേഹത്തെ കൂയിയപ്പോ പറഞ്ഞു, ഒരു തീവ്രവാദിയുടെ വോട്ട് എനിക്ക് വേണ്ട, ഞാൻ തോറ്റോട്ടെന്ന് പറഞ്ഞു. ആ ആർജവത്വം ബഹുമാനായ VD സതീശൻ കാണിക്കണമായിരുന്നു. ഞങ്ങൾക്ക് രാജ്യസ്നേഹികളുടെ വോട്ട് മതി. അവിടെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും എല്ലാം വോട്ട് വേണം. പക്ഷെ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരുടെ, ഈ രാജ്യത്തെ, റോവിനെ ഇതാണ് ശരി, ഭരണഘടനയ്ക്ക് മുകളിൽ മതഗ്രന്ഥം വെക്കുന്നവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ VD സതീശന് കഴിയണ്ടേ? മതേതര പ്രസ്ഥാനമല്ലേ? ബൈബിളിനെയും ഖുറാനെയും ഗീതയും ഒരുപോലെ കാണേണ്ടവരല്ലേ കോൺഗ്രസ്? അവിടെ ഖുറാൻ എന്ന് പറയുന്ന മതഗ്രന്ഥമാണ് ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെക്കാളും വലുത് എന്ന് പറയുകയും ആ മതഗ്രന്ഥം അനുശാസിക്കുന്ന ശരീഅത്ത് നിയമമാണ് രാജ്യത്തെ നിയമവ്യവസ്ഥയേക്കാൾ ഞങ്ങൾക്ക് പ്രധാനം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇവർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണോ കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാക്കന്മാർ? തിരിച്ചറിയേണ്ടത് കോൺഗ്രസ്സുകാരാണ്. എനിക്ക് ഒരു പൊതുപ്രവർത്തകനും മാധ്യമപ്രവർത്തകനും ശരിക്ക് ലജ്ജയല്ല തോന്നുന്നു, വളരെ ദുഃഖം തോന്നുന്നു. ഒരു രാഷ്ട്രീയ കക്ഷി, മതേതര കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ കക്ഷി, ഇന്ത്യയിലെ ജനാധിപത്യം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് കോൺഗ്രസ്. ഇന്ന് കോൺഗ്രസ് ഒത്തിരി തകർച്ചയിലാണ്. പക്ഷെ കോൺഗ്രസിനെ അപ്പാടെ എഴുതി തള്ളാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു പ്രസ്ഥാനം, അതിന്റെ കേരളത്തിലെ സമുന്നതനായ ഒരു നേതാവ് അവരുടെ ചില ഗ്രൂപ്പ് കളിയുടെ ഒക്കെ ഭാഗമായി മുന്നണിക്കുള്ളിൽ ഒറ്റപ്പെട്ടു നിൽക്കുക VD സതീശൻ. നിലമ്പൂരിൽ ജയിക്കേണ്ടത് ഇപ്പൊ കോൺഗ്രസിന്റെ ആവശ്യമല്ല, VD സതീശന്റെ ആവശ്യമായിരുന്നു. അവിടെയാണല്ലോ അൻവറുമായിട്ടുള്ള വിഷയം. അതിനുവേണ്ടി ആരെയും കൂടെ കൂട്ടുന്ന നിലപാടിലേക്ക് അധപതിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നും. നമ്മുടെ രാജ്യത്തെ ഈ നേതാക്കന്മാർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി നമുക്കറിയാലോ, പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നു, എന്ന് മതനിരപേക്ഷ കക്ഷികൾ എന്ന് പറയുന്നു. അവർക്ക് പണ്ട് നമുക്കറിയാം, ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മദനി വരാൻ വേണ്ടി വേദിയില് മണിക്കൂറുകൾ കാത്തിരുന്ന റോബിൻ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഓർക്കുന്നുണ്ട്. അപ്പോ അന്ന് മുതൽ ഇടതുപക്ഷവും ഈ വലതുപക്ഷവും അവസരത്തിനൊത്ത് തങ്ങൾക്ക് വോട്ട് കിട്ടാൻ അത് വിവിധ മണ്ഡലങ്ങളിൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ കൂടെ കൂട്ടുന്നു. ഇത് കൊണ്ടെത്തിക്കുന്നത് എവിടെയാന്ന് നോക്കിയേ. നമ്മുടെ സംസ്ഥാനം ബാക്കി ഇതര നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെക്കാൾ അധികമായി ഇപ്പൊ കാശ്മീർ മാറി, പഴയ കാശ്മീരിനേക്കാളും വലിയ അപകടത്തിലേക്കാണ് ഇപ്പൊ നമ്മുടെ കേരളം പോകുന്നത്. മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇത്രമാത്രം തീവ്രവാദികളെ NIA-ക്ക് പൊക്കിക്കൊണ്ട് പോകേണ്ടി വന്നിട്ടുണ്ട്? കേരള സമൂഹം ചിന്തിക്കണം. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയും അധികാരത്തിൽ ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും കണ്ണടച്ചതിന്റെ ഫലമാണ് ഇവിടെ ഈ മത തീവ്രവാദികൾ വളർന്നത്? നിരോധിക്കപ്പെട്ട സംഘടനകൾ, ആ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ആശയം പേറി മറ്റൊരു പേരിൽ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അവരെ അകറ്റി നിർത്താനെങ്കിലും ജനാധിപത്യ പാർട്ടികൾ ശ്രമിക്കണ്ടേ? അവിടെ ഇടതൊന്നും വലതൊന്നും ഭേദമില്ല. ഇവരുടെ നയം നമ്മുടെ രാജ്യത്തിനെതിരാണ്. നമ്മുടെ ഭരണഘടന ഇവർ ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ മതരാഷ്ട്രം എന്ന ആശയമാണ് ഇവർ ഉൾക്കൊള്ളുന്നത്. ഇവരെ നമുക്ക് ജനാധിപത്യ രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള ആർജവത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കാണിക്കണ്ടേ? ശരി. ഒരു തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണോ റോബിനെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ലക്ഷ്യം? നമ്മൾ സ്കൂളുകളിലെ കുട്ടികളോട് പറയുമല്ലോ, ഒരു ജോലി കിട്ടുക എന്നതല്ല പഠനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. നല്ല മനുഷ്യനായി, നല്ല സംസ്കാരമുള്ളവനായി ജീവിക്കുക, സമൂഹത്തെ സേവിക്കുക എന്നുള്ളതല്ലേ? അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ധർമ്മം എന്താ? അത് ഈ നേതാക്കന്മാർ മറന്നു പോയിരിക്കുന്നു റോബിനെ. നമുക്ക് ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഈ പ്രീണനം
ഈ മത തീവ്രവാദത്തെ ഉള്ള പ്രീണനം അത് നമ്മുടെ രാജ്യത്തെ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ സ്ലീപ്പർ സെല്ലുകളുടെ എണ്ണം കൂടും. അതാണ് അപകടം. സ്ലീപ്പർ സെല്ലുകളുടെ എണ്ണം കൂടും. ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി മതേതര കക്ഷി കോൺഗ്രസ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് ഒരു അകൽച്ച സമൂഹത്തോട്? ആരാണ് അവരെ പിന്നെ അകത്ത് നിർത്തേണ്ടത്? വളരെ അപകടകരമാണ്. കോൺഗ്രസ് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, നമുക്കറിയാം 80-20 അനുപാതത്തിലുണ്ടായിട്ടുള്ള ആ ഒരു ഇരട്ടത്താപ്പ്, അതുപോലെ മുനമ്പം വിഷയത്തിലുണ്ടായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ച് കോൺഗ്രസ് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ വിദ്യാഭ്യാസ മേഖല, ആതുര സേവന മേഖല അടക്കമുള്ള മേഖലകളിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ പല ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല നിലപാടുകൾ കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിന് കൃത്യമായ ആശങ്ക നൽകുന്നത് തന്നെയല്ലേ? കാരണം കോൺഗ്രസ് വിജയിക്കുന്ന സാഹചര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് മേടിച്ച് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്ത് നയമായിരിക്കും കോൺഗ്രസ് അടുത്ത ഭരണത്തിൽ വന്നാൽ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരുപക്ഷെ ക്രൈസ്തവ വിഭാഗം അടക്കമുള്ള വിഭാഗങ്ങളെ ഒരുപക്ഷെ ഭീതിയുടെ മുൻമുലയിൽ നിർത്തുന്നത് തന്നെയല്ലേ? ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. 1-2 കാര്യങ്ങൾ അതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഇപ്പൊ ഈ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് താങ്കളുടെ ചോദ്യമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ തന്നെ ഒരിക്കലും സാധ്യമാകേണ്ടിയിരുന്ന കാര്യമായിരുന്നില്ല, ആവശ്യമുണ്ടായിരുന്ന കാര്യമായില്ല എന്ന കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. കേവലം 6 മാസം, ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരും. അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന പൊതു ഇലക്ഷനും നിയമസഭാ ഇലക്ഷനോട് 2 മാസത്തെ നിയന്ത്രണങ്ങൾ വരും. ആകെ 3, 4, 5 മാസത്തേക്ക് വേണ്ടി നടത്തുന്ന ഒരു കസർത്താണിത്. അതായിക്കോട്ടെ, ജനാധിപത്യത്തിൽ അത് വേണമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷെ അതിന് കൃത്യമായിട്ടും നേതൃത്വം വഹിക്കുന്നത് എന്റെ താൻപോരിമയോടുകൂടി തന്നെ അത് ചെയ്തത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വിജയിക്കുക എന്നുള്ളത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാവി അത്ര ശുഭകരമാകില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതുവരെ മതേതര ചിന്തകളും മതമൂല്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ചുവടുമാറ്റം നടത്തി അത് മുന്നണിയുടെ മൊത്തം നേതൃത്വത്തിലാണെന്ന് അവകാശപ്പെടുമ്പോൾ അദ്ദേഹം ഇന്നലെ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ ദിവസം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഈ കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ ഘടകം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന്റെ പേരിൽ, ഈ ഒരു അവിശുദ്ധ ബന്ധത്തെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന്റെ പേരിൽ അത് കാസയുടെ ആളുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് അദ്ദേഹം കാസയെ മാത്രവൽക്കരിക്കാൻ പോകുന്നതെന്ന്. കാരണം ഇത് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ലെറ്റർ ഹെഡിലാണ് നമ്മൾ കൃത്യമായിട്ട് ഇറക്കിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഉൾഭയം ഞാൻ അതിൽ കാണുകയുണ്ടായി. സ്ഥാനാർത്ഥി നേതൃത്വം അദ്ദേഹം കാണിച്ച താൻപോരിമയ്ക്ക് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്ന് അദ്ദേഹം നല്ലപോലെ അറിയാം. രണ്ടാമത്തെ ഞാൻ അതിനെ രാഷ്ട്രീയത്തിന് അപ്പുറത്തെ ഒരു മാനദണ്ഡത്തിൽ കാണുകയാണ്. എന്തിനു വേണ്ടിയാണ് അൻവർ രാജിവെച്ചത്? അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അൻവർ മത്സരിക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 6 മാസം കൊണ്ട് മാറ്റിമറിക്കാനും നടക്കില്ല. കോടികൾ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ഇലക്ഷൻ നടത്തുന്നു. ആ ഇലക്ഷൻ സമൂഹത്തിന്റെ പൊതു ഖജനാവിൽ നിന്നെടുത്ത് ദൂർത്തായി മാറുന്നു. അൻവർ വീണ്ടും മത്സരിക്കുകയാണ്. അവിടെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ. അദ്ദേഹം എന്തിനു വേണ്ടി രാജിവെച്ചു? വീണ്ടും അദ്ദേഹം മത്സരിക്കാനായിരുന്നോ രാജിവെച്ചത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ. അത് തീർച്ചയായിട്ടും നമ്മൾ ആൻസർ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ സ്ലീപ്പർ സെല്ലുകളുടെ കാര്യം ബഹുമാനപ്പെട്ട ജോൺസൺ സാർ പറഞ്ഞു. സ്ലീപ്പർ സെല്ലുകള് ഉണരാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനിവിടെ അടിയന്തരമായി രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറ്റം വരുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഇലക്ഷൻ മാനിഫെസ്റ്റോയോടുകൂടി മത്സരിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. ഇത് നമ്മൾ പറഞ്ഞതല്ല, ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള സെൻകുമാറിനെ പോലുള്ള DGPമാര് ഇവിടെ ഡിക്ലെയർ ചെയ്ത് പോയ കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഇത്തരം കൊച്ചു കൊച്ചു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന മതമൗലിക, മതവർഗീയ, മതഭീകര പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ഭരണം ഏറ്റെടുത്താൽ, ഒരു സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുത്താൽ എങ്ങനെയാണ് അവർക്ക് ഇതിനെയൊക്കെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുക? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, മറ്റു PDP ആയിക്കോട്ടെ, ഇതുപോലുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടെയാണെങ്കിൽ അവരെ ഇലക്ഷൻ ജയിച്ചെന്ന് വന്നു കഴിഞ്ഞാൽ ഞാനും ഉറുമ്പും കൂടെ, അല്ലെങ്കിൽ ഞാനും ആനയും കൂടെ
ഒരു തടി പിടിച്ചു എന്ന് ഉറുമ്പ് പറഞ്ഞതുപോലെ ആവും. കാരണം ഇവരുടെ ഈ വാഗ്വിലാസത്തിലും ഈ കുറഞ്ഞ വോട്ടിലും കൊണ്ട് ഇവർ ഈ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകും, ഭരണ സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകും. അവരുടെ ഇച്ഛാശക്തി അനുസരിച്ച് ഒരു നിൽക്കുകയും ചെയ്യും. കാരണം ഇവർക്ക് അത്തരം സംവിധാനങ്ങളെ ഒരു പരിധിവരെ രാഷ്ട്രീയമായ ഒരു ഭയമാണ്. എന്നാൽ കാരണം അവര് സംഘടിതരാണ്, എന്തിനും മടിക്കാത്തവരാണെന്ന് തോന്നൽ ഇവർക്കുമുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് ഇവരുടെ സഹായത്തോടു കൂടി ഇവര് ഈ ഇലക്ഷൻ അല്ല ഇനിയുള്ള ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ നാടിന്റെ ഭാവി ശോഭനമാകുകയല്ല, മറിച്ച് കൂടുതൽ അസുഖകരമായ അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്ന തിരിച്ചറിവ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവണം. അതിനനുസരിച്ച് ഇവർ തിരുത്താൻ തയ്യാറാവണം. സതീശിനെ പോലെ ഈ പറയുന്ന മതേതര മൂല്യങ്ങളൊക്കെ ഉറച്ചു നിന്നിരുന്ന വ്യക്തി എങ്ങനെയാണ് പെട്ടെന്ന് ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ വെള്ളപൂശാനായിട്ട് തയ്യാറായി മാറുന്നത് എന്ന് കാണുമ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആർജവമില്ലായ്മ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്, നമ്മളെ ആശങ്കപ്പെടുത്തുകയാണ്. അത് കൃത്യമായിട്ട് അവർക്ക് മതവാദികളും ഈ ഭീകരവാദികളും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു നേതൃത്വം ഇവിടെ ഉണ്ടാവണം. ഒരു കാര്യം ഞാൻ പറയാം, KPCC പ്രസിഡന്റ് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, അതായത് ഈ സമുദായത്തിന്റെ വോട്ടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ വോട്ടുകൾ പൗരന്റേതാണ്, സമുദായത്തിൻ്റെതല്ല. സമുദായത്തിനല്ല വോട്ട്, പൗരനാണ് വോട്ടിലുള്ളത്. അദ്ദേഹം പറഞ്ഞ കൃത്യമായ ഒരു സ്റ്റാൻഡായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ പൗരനാണ് വോട്ട്, പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ പീഡിപ്പിച്ചുകൊണ്ട് അവരുമായി കൂട്ടുകെട്ടിൽ പോകുന്നത്? ഈ പൗരന് യഥാർത്ഥത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടുത്തെ ജനങ്ങൾ, ഇപ്പം നമ്മുടെ നിലമ്പൂർ വിഷയം എടുക്കുകയാണെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾ, അവരുടെ ഈ വന്യമൃഗശല്യം പോലുള്ള വിഷയങ്ങൾ, കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ, മലയോര ജനത നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക്, ഇത്തരം അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ജനങ്ങളെ മന്ദബുദ്ധികളായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് ഈ സമൂഹം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് ജയിച്ചാലും തോറ്റാലും ഞങ്ങളുടെ കഴിവ് കൊണ്ടാണെന്ന് വരുത്തുന്ന ചില എട്ടുകാലി മമ്മൂഞ്ഞികൾ ഇവിടെ ഉണ്ട്. ആ എട്ടുകാലി മമ്മൂഞ്ഞികളുടെ കൂടെ പോകുന്നവരായി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആജ്ഞാനുവർത്തികളായി മാറുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ അത് തിരുത്താൻ തയ്യാറാകുകയും ഇച്ഛാശക്തിയുടെ പറയാൻ തയ്യാറാകുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള മതഭീകരവാദങ്ങളെയും ഇത്തരത്തിലുള്ള മതമൗലികവാദികളെയും ഇത്തരത്തിലുള്ള മതരാഷ്ട്ര ചിന്തകളെയും ഒഴിവാക്കാൻ കഴിയൂ എന്നുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ ഇതിനകത്ത് ഒരു കാഴ്ചപ്പാട്. ഫാദർ സ്കോട്സ്ലി പാപ്പുളിമൂടൻ, ഇപ്പോൾ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ സൂചിപ്പിച്ചതുപോലെ ഈ പൗരന്മാർ എന്ന് പറയുന്ന ഈ വിഭാഗം ബംഗ്ലാദേശിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ പൗരന്മാർ, ഈ വിഭാഗത്തിൽ പെടുന്ന പൗരന്മാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. പാകിസ്ഥാനിൽ അവരെന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും അവരെ പിന്തുണയ്ക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ എന്തായിരിക്കും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളം കാണാൻ പോകുന്നത് എന്നാണ് നമുക്ക് തോന്നുക. തീർച്ചയായിട്ടും എനിക്ക് ചർച്ച ഉള്ള ആളുകളോട് പറയാനുള്ളത്, നമ്മളാരും ഈ രാഷ്ട്രീയ സാമുദായ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നമുക്കൊരു സ്ഥാനമില്ല എന്ന് കുറെ ആളുകൾ വ്യക്തമായിട്ട് നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഇന്ന് കാണുന്ന ഈ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലുള്ള ആളുകൾ ചില പ്രത്യേക വിഭാഗങ്ങളെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട്, ജമാഅത്ത് ഇസ്ലാം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ PDP പോലെയുള്ള സംഘടനകൾ ആയിക്കൊള്ളട്ടെ, വെൽഫെയർ പാർട്ടികളുടെ ഏതും ആയിക്കോട്ടെ, അങ്ങനെയുള്ള സംഘടനകളുടെ പിന്നാലെ പോകുമ്പോൾ സാധാരണപ്പെട്ട ആളുകൾ ഈ രാഷ്ട്രീയ മേഖലകളിൽ അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഒന്നുമല്ല എന്ന് അവരങ്ങ് വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വിധിയെഴുത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് നമ്മുടെ ചൂണ്ടുവിരലുകൾ. നമ്മുടെ ചൂണ്ടുവിരലുകൾ എവിടെ പതിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവിടുത്തെ പല നിലപാടുകളും മാറിയും മറിഞ്ഞും വരുവാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളാണ് ചിന്തിക്കേണ്ടത് ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ്, ഈ നല്ല നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ആരെ പിന്തുണയ്ക്കണം, ആരെ ഉൾക്കൊള്ളണം, ആരെ തള്ളണം എന്നുള്ളത് നമ്മുടെ സ്വതന്ത്ര ബോധത്തോടു കൂടി എടുക്കേണ്ട തീരുമാനമാണ്. നമുക്കൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കാണും. എനിക്ക് മുമ്പേ സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ അടിമത്വം എന്ന് അവസാനിക്കുന്നോ അന്നേ ഈ നല്ല നാടിന് ഒരു നല്ല ഭാവി ഉണ്ടാകുകയുള്ളൂ. നമ്മൾ രാഷ്ട്രീയ അടിമത്വം അല്ല നോക്കണം, മറിച്ച് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിനായിക്കോട്ടെ, സാമുദായിക ചിന്തകൾ മാറ്റിവെച്ചിട്ട് പൊതുബോധത്തിന്റെ മുമ്പിൽ ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് എങ്ങനെ നന്മകൾ ഉണ്ടാകാവുന്ന വിധത്തിൽ ഏതൊക്കെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു പൊതുബോധത്തെ ഉണർത്തിക്കൊണ്ട് ഒരു തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അത്തരം ആളുകളെ വിജയിപ്പിക്കുവാനും അത്തരം ആളുകളുടെ ആശയങ്ങൾക്ക് പിന്തുണ കൊടുക്കുവാനായിട്ട് കഴിയുന്ന വിധത്തിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് എന്ന് രൂപപ്പെടുവാനായിട്ട് കഴിയുന്നു അന്നേ ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ നമ്മുടെ നാട്ടിൽ അവസാനിക്കുകയുള്ളൂ. ഇല്ല മറിച്ചാണെങ്കിൽ കാശ്മീർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എനിക്ക് മുമ്പ് പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ,
അവിടൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്, ദൈവത്തിന്റെ സ്വന്തം നാടിന്ന് ഒരു ദൈവത്തിന്റെ മാത്രമാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളൊക്കെ ഓർത്തിരിക്കുക, ഈ ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് മാറിയത് ഒരു സമുദായത്തിന്റെ മാത്രം കഴിവുകൊണ്ടല്ല, ഒരു വിശ്വാസത്തിന്റെ മാത്രം കൊണ്ടല്ല. എല്ലാ മനുഷ്യരും, നമ്മൾ പാടാറുണ്ട്, മാവേലി നാട് വാണിടുന്ന കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പാടുന്നത് പോലെ, ഇവിടുത്തെ മുഴുവൻ മതങ്ങളായിക്കൊള്ളട്ടെ, സമുദായങ്ങളായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, ഏത് സമൂഹം ആയിക്കോട്ടെ, അവരൊന്നിച്ച് നിന്ന് രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ ദൈവത്തിന്റെ നാട്. ആ ദൈവത്തിന്റെ നാടിനെ അങ്ങനെ നിലനിർത്താൻ കഴിയുന്ന വിധത്തിലേക്ക്, അങ്ങനെ നിലനിർത്തുവാനായിട്ട് സാധിക്കാത്ത വിധത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെ തിരുത്തുവാൻ നമ്മൾ ആളല്ല എന്ന് ചിന്തിക്കരുത്. അവരെ തിരുത്താൻ നമ്മൾ ആളുകളാണ്. കാരണം നമ്മളുടെ വോട്ടുകൾ കൊണ്ട് കൂടെയാണ് ഇവർ ജയിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു സമുദായത്തെ മാത്രം പ്രീതിപ്പെടുത്തിക്കൊണ്ട്, ഒരു സമുദായത്തിന്റെ മാത്രം നിലനിൽപ്പ് നോക്കിക്കൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പോകുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, അവരുടെ പിന്നാലെ നമ്മൾ അടിമകളായിട്ട് പോയാൽ സമീപ ഭാവിയിൽ നമ്മളൊക്കെ ഈ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്നതിന് യാതൊരു സംശയമില്ല. അതിന് അവസരം കൊടുക്കാതിരിക്കേണ്ട നാം ഓരോരുത്തരുമാണ്. 2025 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, 2026 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പൊതു തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ ഒക്കെ നിർണായകമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആളുകൾ രൂപപ്പെടണം, സംഘടനകൾ രൂപപ്പെടണം, പൊതുബോധം ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന വിധത്തിലുള്ള ക്യാമ്പയിനുകൾ രൂപപ്പെടണം. ഇല്ല എങ്കിൽ പല സംഘടനകളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് നേരെ വെല്ലുവിളികൾ ഉണ്ടായെങ്കിൽ മാത്രമേ പ്രതികരിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ വളരെ തെറ്റാണ്. സമീപ ഭാവിയിൽ മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും നടക്കുന്നത് ഈ രാജ്യത്ത്, ഈ കൊച്ചു കേരളത്തിൽ നടക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അതിനുള്ള കാൽവെപ്പുകൾ ഇവരൊക്കെ നടത്തി കഴിഞ്ഞു. മിഷൻ 2047 അവർ അടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇനിയും അവര് പറയുന്ന രീതിയിൽ മിഷൻ 2047 പൂർണ്ണമായിട്ടും അവർക്ക് നേടാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും ഒരു 80% അവർ ആ മിഷന് വിജയിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അതിനെ കടിഞ്ഞാണിടാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ ഒരു ചോദ്യത്തോട് പ്രതികരിക്കാനുള്ളത്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൽ, ഫാദർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചൂണ്ടുവിരലുകൾ നമ്മൾ കൃത്യമായി ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ള ഒരു കാര്യം ഫാദർ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ആ ചൂണ്ടുവിരലുകൾ സാധാരണ പൊതുജനങ്ങൾ വോട്ട് ചെയ്യുന്നതിനെ എത്രത്തോളം മാനിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഈ കോൺഗ്രസ് ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ സപ്പോർട്ടൊക്കെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ ഒരു വോട്ട് ബാങ്ക് പോലും ഒരു അടിമത്ത രാഷ്ട്രീയം എന്നുള്ള നിലയിൽ കാണുന്നുണ്ട്. കാരണം ഈ ചുരുങ്ങിയതാണ്, ഇപ്പോൾ അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ച് വളരെ കുറഞ്ഞ വോട്ട് ഷെയറേ അവർക്കുള്ളൂ എന്ന്. പക്ഷേ ആ കുറഞ്ഞ വോട്ട് ഷെയർ എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് ഷെയറിനെ കഴിഞ്ഞും മികച്ചു നിൽക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ കേരളത്തില്? തീർച്ചയായും നമ്മള് ഇപ്പൊ ചാക്കോ സാറ് പറഞ്ഞപ്പോഴും ബഹുമാനായ ശ്രീവാസൻ പറഞ്ഞപ്പോഴും ഈ ജനങ്ങളുടെ അധികാരത്തെ കുറിച്ച് പറഞ്ഞു, വോട്ട് നമ്മുടെ വിരൽത്തുമ്പിലാണെന്നൊക്കെ പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ ആ വിരൽത്തുമ്പ് നമ്മൾ എടുക്കുമ്പോ നമുക്കൊരു അടിമത്തം നിൽക്കുക. പരമ്പരാഗത കോൺഗ്രസ്സുകാരൻ, പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകാരൻ മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല, ജനം തയ്യാറാവുന്നില്ല. അത് ഇവർക്കറിയാം, ഈ നേതാക്കന്മാർക്കറിയാം. അതാണ് പ്രശ്നം. റോബിനെ, ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നപ്പോ നമുക്കറിയാം, അദ്ദേഹം ആദ്യമേ പറഞ്ഞ കുറെ സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നാണ്, ഞാൻ ഒരു മത നേതൃത്വത്തിന്റെയും അടുത്ത് അങ്ങോട്ട് പോയി ആരെയും കാണുകയില്ല, ഒരു മത നേതൃത്വത്തോടും അകൽച്ചയില്ല, പക്ഷെ ആരുടെയും കാല് പിടിച്ചുകൊണ്ടോ വോട്ടിന് വേണ്ടിയോ രാഷ്ട്രീയത്തിന് വേണ്ടിയോ അങ്ങനെ ആരുടെയും കാല് പിടിച്ചുകൊണ്ട് ഞാൻ പോകില്ല എന്നൊരു നിലപാടെടുത്തു. ഒരു പരിധി വരെയോ നല്ല കാര്യമാണ്. ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ ഒരു മത നേതൃത്വത്തിന്റെ അടുത്തോട്ട് പോകണ്ട. അദ്ദേഹം ഉദ്ദേശിച്ചത് കണിച്ചുകുളങ്ങരെ പോയി അവിടുത്തെ സമുദായ നേതാവിനെ കാണില്ല എന്നും, പെരുമ്പിയിൽ പോയി സമുദായ നേതാവിനെ കാണില്ല എന്നും, ഒരരമനകളിലും കയറി സമുദായ നേതൃത്വത്തെ കാണില്ല എന്നൊക്കെയാണ് നല്ല കാര്യം. പക്ഷെ പാണക്കാട് പോകുമ്പോഴും ഈ കാര്യവും ചിന്തിക്കണ്ടേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പ് പാണക്കാട് കുടുംബത്തിലാണ് എന്നത് മാത്രമാണോ പാണക്കാട് കുടുംബത്തിന്റെ പ്രത്യേകത? പാണക്കാട് കുടുംബത്തിനെ ഇവിടെ മുസ്ലിം വിഭാഗം കാണുന്നത് എങ്ങനെയാ? മതനേതൃത്വമായിട്ടാ. അതുകൊണ്ടാണല്ലോ ബാക്കി ആരെയും വിമർശിക്കാം, തങ്ങളുമാരെ വിമർശിക്കാൻ പാടില്ല എന്ന രീതിയിൽ മുസ്ലിങ്ങൾ നിൽക്കുന്നത്. അവിടെ പോകാൻ മാത്രം സതീശന് മടിയില്ല. ഇനി അതങ്ങ് വിട്, അത് അവരുടെ ഘടകകക്ഷിയുടെ നേതാവിനെ കാണാൻ പോയി എന്ന് വയ്ക്കുക. ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ ഈ 3 പേരും ആദ്യഘട്ടത്തിൽ, 2ാം ഘട്ടത്തിൽ ഇവർ 2 പേരും പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയോട് VD സതീശനും കോൺഗ്രസും പൊരുത്തപ്പെട്ടു. അതിനാണ് പറയും വരും ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടത്.
നിലമ്പൂരെ ജനതയോട് മൈക്ക് കെട്ടി പറയണം, ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തോട് ഞങ്ങൾ പൊരുത്തപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ നമ്മൾ വ്യതിചരിച്ചു എന്ന് സതീശൻ പറഞ്ഞാൽ പോരാ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം പറയും. സമസ്ത മുസ്ലിം മത പണ്ഡിതരുടെ സഭയാണല്ലോ സമസ്ത. സമസ്ത എന്നാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ, മതരാഷ്ട്ര ആശയം അവർ മാറിയിട്ടില്ല. മുസ്ലിം ലീഗ് എന്താണ് അവരുടെ നിലപാട്? അവരും പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ മാറിയിട്ടില്ല. അപ്പോൾ പിന്നെ സതീശൻ മാത്രമായി എങ്ങനെ മാറി? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ വോട്ട്, ആ വോട്ട് കിട്ടാൻ വേണ്ടി പോയി കാല് പിടിച്ചിട്ട് ഈ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാരന്റെ വോട്ടിന് പോലും വിലയില്ലാതാക്കിയ ഏതെങ്കിലും ഒരു കഷ്ടകാലത്തിൽ അവിടെ ഈ നമ്മുടെ ആര്യാടന്റെ മകൻ അങ്ങ് ജയിച്ചെന്ന് വെച്ചു, ആ ജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് ആരായിരിക്കും? നേരിയ ഭൂരിപക്ഷത്തിൽ അവിടെ അങ്ങ് ജയിച്ചാൽ ആ ജയിച്ചതിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും? പിന്നെ ആര്യാടൻ ഷൗക്കത്തിനെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? VD സതീശനെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? റോബിനെ, ഇത് പുതിയ തുടക്കമല്ല സതീശന്റേത്. പ്രതിപക്ഷ നേതാവ് ഇതിനിടയിൽ ഒന്ന് പറഞ്ഞു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ബാന്ധവം ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കും ചില സ്ഥലങ്ങളിലൊക്കെ മഹാഭൂരിപക്ഷം കേന്ദ്രത്തിലേക്ക് പോകുന്ന പ്രതികളെന്ന നിലയ്ക്ക് കോൺഗ്രസ് കിട്ടിയിട്ടുണ്ട്. ചെറിയ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ഇതവരെ നിർണായകമായി വിനിയോഗിച്ചില്ലേ? ആ സുഖം പഠിച്ചു. അതുകൊണ്ട് നിലമ്പൂരിൽ എങ്ങനെയെങ്കിലും ജയിക്കുക, പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തമായ ഗ്രൂപ്പിന് അവിടെ ഒരു ആധിപത്യം ഉണ്ടാക്കുക, അത് ഇനി ഭരണം കിട്ടിയാൽ അടുത്ത തവണ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനുള്ള ഒരു ചവിട്ടുപിടിയാക്കുക, അതിനുവേണ്ടി ചെയ്യുന്ന ഒരു വലിയ ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ കാണണം. അങ്ങനെ വെറുതെ ഒരു പേരിന്റെ പേരിലല്ല ഞാൻ പറഞ്ഞത്. ലോകത്ത് ഓരോ രാജ്യങ്ങളിൽ ഇപ്പോ ലഷ്കർ എ തോയ്ബ ഉണ്ടായിരുന്നു, ISIS, ഹമാസ്, ബൊക്കോ ഹറാം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതെല്ലാം നടത്തുന്നത് ഒരേ കാര്യമല്ലേ റോബിനെ? അല്ലെ? ഏത് രാഷ്ട്രങ്ങളിലാണ് ഇവരെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്? ഒരേ കാര്യമാണ്. അതേ കാര്യം തന്നെയാണല്ലോ പാകിസ്ഥാൻ കാശ്മീരിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ആർട്ടിക്കിൾ 370 കോൺഗ്രസ് പറഞ്ഞത്, ആർട്ടിക്കിൾ 370 മാറിയാൽ അവിടെ കാശ്മീരിൽ വലിയ കലാപം ഉണ്ടാകും, കാശ്മീർ ജനതയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, അവരുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഹനിക്കപ്പെടുന്നു. ഇപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അവിടെ എന്ത് സംഭവിച്ചു? കാശ്മീർ ജനത പരസ്യമായി ഇന്ത്യൻ പതാക പിടിച്ചുകൊണ്ട് ജയ് ഹിന്ദ് വിളിക്കുന്നത് കേട്ടോ. അതാണ് ആർട്ടിക്കിൾ 370 പോയതിന്റെ ഗുണം. അവർക്കവിടെ സമാധാനത്തോടെ ജീവിക്കാം. പാകിസ്ഥാനെതിരെ നിലകൊണ്ടാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ഈ രാജ്യമുണ്ട് എന്ന സന്ദേശം കൊടുത്തപ്പോൾ അവർ രാജ്യത്തോടൊപ്പമാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഭീകരരുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തെ ദേശീയതയ്ക്കൊപ്പം ചേർത്തുകൊണ്ട് വരുമ്പോൾ ഇവിടെ ഒരു വിഭാഗം രാജ്യവിരുദ്ധരായി ഒരു ഗ്രൂപ്പിനെ വളർത്തിക്കൊണ്ടുവരിക. മറ്റൊരു കാശ്മീരായി കേരളത്തെ മാറ്റാനുള്ള ശ്രമമാണോ ഇവർ നടത്തുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ജനത്തിനോടൊന്നേ പറയാനുള്ളൂ, ഈ അടിമത്തം വിടുക. ബഹുമാന്യ അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടെ ക്രൈസ്തവ സമുദായത്തിലൊക്കെ ഒരു കാലഘട്ടത്തിൽ നിർണായകമായ സ്വാധീനം കേന്ദ്രത്തിലും സംസ്ഥാന ഗവൺമെന്റിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് വിവിധ കേരള കോൺഗ്രസുകളുടെ ഒക്കെ രൂപത്തിലും അല്ലെങ്കിൽ ജനാധിപത്യ കക്ഷി കോൺഗ്രസിലും ഒക്കെ നിരവധി സമുദായ സ്നേഹികളായ ക്രൈസ്തവരുണ്ടായിരുന്നു. ഇന്ന് അത്തരക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഐക്യപ്പെടേണ്ട സമയം കഴിഞ്ഞു. അവിടെ ഇപ്പോ കാത്തലിക്ക് മാത്രമാകണമെന്നോ യാക്കോബൈറ്റ് മാത്രമാണെന്നോ, കത്തോലിക്കനും യാക്കോബേക്കാരനും മാർത്തോമാക്കാരനും പെന്തക്കോസ്ത് വിഭാഗവും എല്ലാം ചേർന്ന് ഈ ക്രൈസ്തവന്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന സകല ജനതയും നമ്മുടെ മതസ്വാതന്ത്ര്യം ഇവിടെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിന് നൽകിയ വലിയ ദാനങ്ങളുണ്ട്. നമ്മുടെ റോബിനാണ് അതോ അച്ഛനാണെന്ന് തോന്നുന്നു പറഞ്ഞു, ആതുര സേവന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മൾ ചെയ്ത സേവനങ്ങൾ, വിസ്തൃതമായ സേവനങ്ങൾ, നമ്മളൊരു സ്വാർത്ഥതയും കൂടാതെ ചെയ്ത അത്തരം സേവനങ്ങൾ നമുക്ക് തുടരണമെങ്കിൽ, അതിനൊക്കെ പറ്റുന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കണം. റോബിനെ, മാറി ചിന്തിക്കാതെ നമ്മളിങ്ങനെ അവരുടെയും ഇവരുടെയും ഒക്കെ അടിമകളായി ചെറിയ സത്യത്തിൽ കേരള കോൺഗ്രസിന്റെ നേതൃനിരയെ നോക്കിയാൽ നമുക്ക് ഇന്ന് സങ്കടം തോന്നില്ലേ? ഇല്ലേ ചാക്കോ സാറേ, നമുക്ക് സങ്കടം തോന്നില്ലേ? സമുദായ സ്നേഹി കത്തോലിക്ക കോൺഗ്രസിന്റെ ആളെന്ന നിലയ്ക്ക് അങ്ങനെ വിലയിരുത്തും. അങ്ങക്ക് എത്രയോ സീനിയർ ആൾക്കാരാ. കേരള കോൺഗ്രസിന്റെ ഒരു നേതൃത്വം ഇപ്പൊ TM ജേക്കബ് സാറ്, KM മാണി സാറ്, ബഹുമാന PJ ജോസഫ് സാർ അടക്കമുള്ള നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ
ഇന്ന് അവരൊക്കെ നിയമസഭയിൽ ഒന്ന് ഏറ്റുനിന്ന, ഏത് മുന്നണിയിലും ആയിക്കോട്ടെ, നിയമസഭയിൽ ഒന്ന് ഏറ്റുനിന്നാൽ അവരെ സാഹൂതം വീക്ഷിക്കുന്ന 139 MLA-മാരായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ? ഇന്ന് അങ്ങനെ ഒരു നേതാവ് ഉണ്ടോ? സമുദായം ചിന്തിക്കണം. മറ്റ് ചില സമുദായത്തിൽ നിന്നുള്ളവരെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് സീറ്റുകൾ കൊടുക്കാനും മത്സരിപ്പിക്കാനും വിജയത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഇവിടെ വലിയ മത്സരങ്ങളാണ് ഇടതു വലതു മുന്നണികൾ നടത്തുന്നത്. ശരി. അപ്പോ അതിനെയൊക്കെ അതിജീവിക്കേണ്ട, അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഐക്യം ഉണ്ടാകേണ്ട കാലമൊക്കെ കഴിഞ്ഞു. പക്ഷെ പലപ്പോഴും നമ്മുടെ ആൾക്കാര്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചാക്കോ സാറെ ഒരു ചർച്ചയിൽ, ചെക്കരയുടെ തന്നെ ചർച്ചയിൽ പറഞ്ഞു, ഈ കത്തോലിക്ക കോൺഗ്രസ് ആണ് ഈ വനം വന്യജീവി പ്രശ്നങ്ങൾ, മലയോര ഭൂപ്രശ്നങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ ഇന്ന് ഏറ്റെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് തുടക്കം കുറിച്ചത്, ആ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് കേരള കോൺഗ്രസ് അല്ല, കത്തോലിക്ക കോൺഗ്രസ്. കേരള കോൺഗ്രസ്സുകാർ ചെയ്യേണ്ട കാര്യമായിരുന്നു മലയോര മേഖലയിലെ പട്ടയ വിഷയങ്ങളും ഭൂപ്രശ്നങ്ങളും ഈ വന്യജീവി പ്രശ്നങ്ങളും ഒക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് കേരള കോൺഗ്രസ്സുകളായിരുന്നു. അവരതിൽ നിന്ന് പിന്മാറി ഈ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നപ്പോ കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയോ, ഏറ്റവും നിസ്തുലമായ രീതിയിൽ ഈ വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്തത് ബഹുമാന്യനായ നമ്മുടെ പിതാക്കന്മാരും ഈ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം. ഈ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം ഒരു രാഷ്ട്രീയ ശൈലി രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു, രാഷ്ട്രീയ നിലപാടിലേക്ക് ഇരിക്കുന്നു. അതിലേക്ക് സകല പ്രദേശത്തുമുള്ള ക്രൈസ്തവ വിഭാഗങ്ങളെ ചേർക്കേണ്ടിയിരിക്കുന്നു. ഒരു സാമൂഹിക പ്രസ്ഥാനമാണല്ലോ, സമുദായത്തിന് നേതൃത്വമുള്ള സാമൂഹിക പ്രസ്ഥാനമാണല്ലോ. തികച്ചും നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളെ ചേർത്തുകൊണ്ട് ഒരു നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയാകാനല്ല ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ ബലം കാണിക്കണം. അങ്ങനെയാണല്ലോ ഈ 3500 വോട്ട് രാഷ്ട്രീയ ബലമായതാണല്ലോ റോബിനെ ഇപ്പോഴത്തെ പ്രശ്നമല്ലേ? 3500 വോട്ട് രാഷ്ട്രീയ ബലമായതല്ലേ? നമ്മുടെ ക്രൈസ്തവ സമുദായം രാഷ്ട്രീയ ബലമാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ച റോബിനെ ഒരു അവധി ദിവസം വന്നല്ലോ, തലേ ദിവസത്തെ വെള്ളിയാഴ്ചത്തെ അവധി ബക്രീദിന്റെ ഒന്ന് മാറി, ഉടനെ ഒരു ചർച്ച വന്നു, അഭിപ്രായപ്പെട്ടു, വീണ്ടും അവധി കൊടുത്തോട്ടെ, ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഈ ജൂലൈ 3-ന് എത്ര നാളായി ക്രൈസ്തവ സമൂഹം നമ്മുടെ തോമസ് ശ്രീഹായുടെ ആ ദിവസം, ദുഃഖാര ദിവസം ഒരു അവധി ചോദിച്ചിട്ട് ആരെങ്കിലും കേട്ടോ? ഇടതുമുന്നണി കേട്ടോ? CPM കേട്ടോ? UDF കേട്ടോ? കോൺഗ്രസ് കേട്ടോ? ആ ഏറ്റു പറഞ്ഞതിന് ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് വിഭാഗം കേട്ടോ? ചർച്ചയിൽ പറഞ്ഞ പോലെ 80-20 ആരാ പിന്തുണച്ചത്? ജെവി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിട്ടുകൊണ്ട് ഇവിടുത്തെ നീതി നടപ്പിലാക്കണമെന്ന് ഏത് രാഷ്ട്രീയ കക്ഷിയാ പറയുന്നത്? അപ്പൊ പറയുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന തലത്തിലേക്ക് ക്രൈസ്തവ സമുദായം ഐക്യപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു നിലനിൽപ്പുണ്ടാവൂ. അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായം കരുതിയിരുന്നോ, അടിവരയിട്ട് പറയുന്നു, രക്തസാക്ഷികളാകാൻ ഒരുങ്ങിയിരുന്നു. ചാക്കോ കാളംപറമ്പിൽ, നമുക്കറിയാം ഇത് ഈ സംഭവങ്ങൾ സമുദായത്തോട് പറഞ്ഞു വെക്കുന്നത് എന്താണ് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? വാസ്തവത്തില് ഇവിടെ ജോൺസൺ സാർ സൂചിപ്പിച്ച വളരെ റിലവന്റ് ആയിട്ടൊരു കാര്യമാണ്. ക്രൈസ്തവ സമുദായത്തിന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നിലമ്പൂർ ഇലക്ഷനിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 20,000-ലധികം വോട്ടുണ്ട്, 25,000 വോട്ടുണ്ട്. പക്ഷെ 3,000 വോട്ടുള്ളവരുടെ പിന്നാലെയാണ് ഇവരൊക്കെ. ഈ സമുദായത്തെ തിരിഞ്ഞു നോക്കാൻ പലപ്പോഴും വിഘടിക്കുന്നു, അല്ലെങ്കിൽ വിമനസ് കാണിക്കുന്നു. ഇവർ നേരിടുന്ന പ്രതിസന്ധികളെ അഡ്രസ് ചെയ്യാനോ അതിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാനോ പറയാനോ താല്പര്യമില്ല. മറിച്ച് ഇത്തരം സംവിധാനങ്ങളുടെ പുറകെ പോകാനും ഇത്തരം മതവർഗീയവാദികളുടെ കൂട്ടുചേരാനും അവർക്ക് സമയമുണ്ട്. കേരള കോൺഗ്രസിന്റെ കേസിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഈ കേരള കോൺഗ്രസുകൾ ചിഹ്ന ഭിന്നമായി നിൽക്കുന്നതാണ് നമ്മുടെ സമുദായത്തിന്റെ ഒരു വലിയ ബലഹീനതയായി ഇപ്പൊ നിലകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഈ കേരള കോൺഗ്രസുകൾ ഒരു പ്ലാറ്റ്ഫോമിലെത്തി ഒന്നിക്കണം, എന്റെ ഒരു കാഴ്ചപ്പാടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കേരള കോൺഗ്രസുകൾ വിഭജിച്ചിരിക്കുന്നത് സിദ്ധാന്തങ്ങളുടെ പേരിലൊന്നുമല്ല, അവരുടെ പോളിസി മാറ്റേഴ്സിലൊന്നുമല്ല, കേവലം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടിയാണ് പലപ്പോഴും വിഭജിക്കപ്പെട്ടു പോയിട്ടുള്ളത്. അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒന്നിച്ച്, അതിന് ഏത് ഡിനോമിനേഷനൊന്നും നോക്കണ്ട, ഒന്നിച്ച് ഒരു മുന്നേറ്റം ഉണ്ടാകണം. അത് നോർത്ത് ഈസ്റ്റിലും ഗോവയിലും ഒക്കെയുള്ള സമാന ചിന്താഗതിക്കായിട്ടുള്ള ആളുകളുമായിട്ട് ഒന്നുചേരണം. അങ്ങനെ ഒരു ദേശീയ തലത്തിലേക്ക് ഇത് വളർന്നു വരണം. അങ്ങനെ ഒരു ദേശീയ ശക്തിയായി രൂപപ്പെട്ട് കഴിയുമ്പോൾ അത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അവർക്ക് അഡ്രസ് ഉണ്ടാവും. ആ രീതിയിലേക്ക് നമ്മൾ മാറി ചിന്തിക്കേണ്ട കാര്യം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ ജെ ബി കോശി കമ്മീഷൻ, താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം ഞാനത് മറുപടി പറയാൻ വിട്ടുപോയതാണ്. 80-20 മുനമ്പോ ഒക്കെ ചോദിച്ചു.
JB കോശി കമ്മീഷന്റെ കാര്യം ജോൺസൺ സാർ പറഞ്ഞു. നമ്മുടെ പണമെടുത്ത് നമുക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുന്ന സർക്കാരിനെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തിന്റെ കേസിലാ? 100% നീതിയാണെന്ന് ഹൈക്കോടതി വിധിച്ച വിധിക്കെതിരെ. അതായത് ഇവിടെ 80-20 അനുപാതത്തിന് സ്കോളർഷിപ്പ് കൊടുക്കുന്നതിനെതിരെ ഹൈക്കോടതി പറഞ്ഞു അത് ജനസംഖ്യാനുപാതികമായി വിധിക്കണം, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അത് തിരുത്തി ഹൈക്കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഹൈക്കോടതി ഉത്തരവിനെതിരെ നമ്മുടെ കൂടെ നികുതി പണം എടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ അനുകൂലമായി അപ്പീലിന് പോയിരിക്കണം. മുനമ്പം വിഷയത്തിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഭൂമിയുടെ മേലുള്ള പരമാധികാരത്തെ കൃത്യമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നുകൊണ്ട് പരിരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഇവിടുത്തെ ചില മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ ചില സമുദായ അംഗങ്ങളെയൊക്കെ പീഡിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സർക്കാർ കേസിന് പങ്കുചേരുന്നു. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. കരയുന്ന കുഞ്ഞിനെ പാലുള്ള എന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഐക്യബോധം ഉണ്ടാകണം, ഒരു സ്വത്വബോധം ഉണ്ടാകണം, ഒരു സമുദായ ബോധം ഉണ്ടാവണം. ആ സമുദായ ബോധം ഡിനോമിനേഷൻസിലേക്ക് അപ്പുറത്ത് കടന്നിട്ട് ഒരു ബോധമായിരിക്കണം. അതൊരിക്കലും ഒരു വർഗീയ മാനമുള്ളത് അല്ല. നമുക്കറിയാം, നമുക്ക് ന്യായമായ ആവശ്യങ്ങൾ ചോദിച്ചു മേടിക്കുന്ന ഒരിക്കലും വർഗീയതയല്ല. നമുക്ക് അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നത്. മറ്റൊരു സമുദായത്തിനോ മറ്റൊരു മതവിഭാഗത്തിനോ അർഹതപ്പെട്ടതിനെ പിടിച്ചു പറ്റുന്നതാണ് വാസ്തവത്തിൽ അതിന്റെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതാണ് വാസ്തവത്തിൽ വർഗീയത എന്ന് പറയുന്നത്. നമുക്ക് അവകാശപ്പെട്ടത് ചോദിക്കുന്നത് അത് ഭരണഘടന നമുക്ക് നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളിൽ പെട്ടത് തന്നെയാണ്. 29-30 ആർട്ടിക്കിൾ അനുസരിച്ച് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ പാരമ്പര്യങ്ങള്, നമ്മുടെ അനുഷ്ഠാനങ്ങള്, നമ്മുടെ ട്രഡീഷൻസ്, നമ്മുടെ വിശ്വാസം, ഇതൊക്കെ പ്രൊക്ലെയിം ചെയ്യാനുള്ള അവസരം ഭരണഘടന നൽകുന്നതാണ്. അത് ഉൾച്ചേർത്ത് വെച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ഒന്നുചേർന്ന് നിന്നുകൊണ്ട് ഈ രാഷ്ട്ര പുനർനിർമ്മിതിയിൽ രാഷ്ട്രീയത്തിൽ പങ്കാളികളാകുമ്പോഴാണ് ക്രൈസ്തവന്റെ മിഷൻ പൂർത്തിയാകുക, അല്ലെ മിഷൻ പ്രവർത്തനം പൂർത്തിയാകുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലൊക്കെ ഈ പ്രേക്ഷിതത്തെ കുറിച്ച് പറയാത്ത ഒരു 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 സുവിശേഷ പ്രഘോഷണം പോലും അതിൽ തന്നെ അപൂർണമാണെന്ന് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ വിഭാഗങ്ങളും സമാന ചിന്താഗതിയുള്ള ക്രൈസ്തവ സമൂഹങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ദേശീയ സംവിധാനമായി രൂപപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടിനെ പടുത്തുയർത്തുന്നതിൽ രാഷ്ട്ര നിർമ്മിതിയിൽ രാഷ്ട്രീയക്കാരോട് ചേർന്ന് പ്രവർത്തിക്കാൻ, ഈ രാജ്യത്തിന്റെ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ, എല്ലാവിധത്തിലുള്ള രാജ്യദ്രോഹത്തിനും എതിരായി നിലകൊള്ളുവാനൊക്കെ തീരുമാനമെടുക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ദൗത്യം, നമ്മുടെ മിഷൻ പൂർത്തിയാകുകയുള്ളൂ. ആ മിഷനായിരിക്കണം നമ്മുടെ മിഷൻ. അതല്ലാതെ ഒരു തിയോക്രാറ്റിക് കൺട്രിക്ക് വേണ്ടിയുള്ള മിഷനുമായിട്ട് ഇറങ്ങുന്ന സംവിധാനങ്ങളെ, മതവർഗീയ ഭാഗങ്ങളെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ മിഷൻ ആയിരിക്കരുത് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഫാദർ സ്കോട്ട് ശ്രീ ബാപ്പുടിമൂടൻ, നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ ഒതുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു നേതൃത്വത്തെ അങ്ങ് എടുത്തുകൊണ്ടുപോയി. പക്ഷേ അതിൻ്റെ അണികൾ ഇപ്പോഴും ഇവിടെ അങ്ങനെ ചിതറി നടക്കുന്നു എന്നുള്ളത്. ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ ഒരു കടന്നുവരവ് മറ്റൊരു PFIയെ സൃഷ്ടിക്കുന്നതിന് കാരണമാകും എന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? ഇവിടെ പലപ്പോഴും ഇത്തരം സംഘടനകളൊക്കെ നിരോധിക്കപ്പെടുമ്പോൾ മറ്റൊരു പേരിലേക്ക് ഇവരൊക്കെ തന്നെ തിരികെ വരികയാണ്. സംഘടന പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നില്ല, അതിന്റെ പേര് മാറുന്നതേ ഉള്ളൂ. അതിന്റെ ലെറ്റർ ഹെഡും അതിന്റെ കൊടിയും അതിന്റെ കളറും ഒക്കെ മാറുന്നു എന്ന് മാത്രമല്ല, സംഘടന ഒരിക്കലും ഇല്ലാതാകുന്നത്. കാരണം ചില നേതൃത്വം ഇപ്പൊ PDPയുടെ ആളുകളെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ മാറി, സംഘടനകൾ നിരോധിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിന് മറ്റൊരു രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അതിന് അനുമതി കൊടുക്കുന്നതാണ് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം കോൺഗ്രസിലേക്ക് വെൽഫെയർ പാർട്ടിയുടെ ആളുകൾ വരുമ്പോൾ ഇതേ സമാനപരമായിട്ടുള്ള ആശയങ്ങളോടുകൂടെ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾ വേണ്ട ഒത്താശ ഞങ്ങൾ നൽകിക്കൊള്ളാം, നാളുകളിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളോ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ആശയ പ്രചരണത്തിനും നിങ്ങളുടെ പൊതു നിലപാടുകളോട് നിങ്ങൾ മുന്നോട്ട് പൊക്കൊള്ളുക, ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധാരണയാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഇവരെ എനിക്ക് മുമ്പ് സഹ പാനലിസ്റ്റുകളൊക്കെ സംസാരിച്ചതുപോലെ ഒറ്റപ്പെടുത്തി നിർത്തേണ്ട ആളുകളെയും സംഘടനകളെയും അവരുടെ ആശയങ്ങളെയും ഒറ്റപ്പെടുത്തി നിർത്തുവാനായിട്ട് തന്നെ നമുക്ക് സാധിക്കണം. അതിന് ചെയ്യാതെ പോകുമ്പോൾ വല്ലപ്പോഴും ഇതുപോലുള്ള സംഘടനകളെ നിരോധിക്കുന്നുണ്ടോ, അതിന്റെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരെയൊക്കെ ജയിലിലിടുന്നതുകൊണ്ടോ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. മറിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത്തരം ആളുകളെ ഒറ്റപ്പെടുത്തി നിർത്തണം. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാനുള്ള ആർജവത്വം ഇവിടുത്തെ ഏത് രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. എല്ലാവരും മതേതര മുഖമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളാണ് ഈ നാടിന്റെ സമസ്ത മേഖലയിലും മതേതരത്തിന്റെ മുഖം എന്ന് ഇവിടുത്തെ ഇടതും വലതും മറ്റ് സംഘടനകളും ഒക്കെ പറയുമ്പോഴും ഇവരൊക്കെ
പകല് വലിയ ആശയം പറയും, രാത്രികളിൽ ഒളിഞ്ഞ് ഇവരുടെയൊക്കെ ആളുകളുടെ കാലെ പിടിക്കാനായിട്ട് പോകുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. അതിന് യാതൊരു സംശയവുമില്ല. ഇവരെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്ന വിധത്തിൽ പൊതുബോധത്തോടുകൂടെ ഒരു പുതിയ തലമുറ രൂപപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവരെയൊക്കെ മാറ്റി നിർത്തുവാനായിട്ട് കഴിയണം. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ, നമ്മളൊക്കെ പലപ്പോഴും ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക്, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ ഇറങ്ങുന്നില്ല. നമ്മുടെ ആളുകൾ എന്നല്ല, പൊതുവെ അല്പം ചിന്തിക്കുകയും അല്പം എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ കഴിവുള്ളവരൊക്കെ ഈ നാട് വിട്ടു പോയി എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തെ സ്വസ്ഥമാക്കാനായിട്ട് നോക്കുമ്പോൾ ഇവിടെ കുറെ രാഷ്ട്രീയ അടിമകൾ, അവരാണ് ഇന്ന് ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ നിർമ്മിതിയിൽ പങ്കാളികളാവുന്നെന്ന് പറയുന്ന ചില രാഷ്ട്രീയ അടിമകൾ. അവര് ഈ ഒരു ചിന്താഗതി മാറ്റി തെറ്റിനെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേതൃത്വത്തെ തിരുത്താൻ കഴിയുന്ന വിധത്തിൽ ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ, അതായത് കോൺഗ്രസ് ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, CPM, ഏത് പ്രസ്ഥാനം ആയിക്കോട്ടെ, ആ പ്രസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ആളുകൾ ചിലത് തെറ്റാണെന്ന് പറഞ്ഞ് നേതൃത്വത്തെ തിരുത്തുവാൻ കഴിയുന്ന വിധത്തിൽ സംഘടനാ പ്രവർത്തന ശൈലി മാറ്റണം. ജമ്മി കുടിയാന്മാരുടെ കാലഘട്ടത്തിൽ അവർ പറയുന്ന, ഇവർ ചെയ്യുന്നത് പോലെ ഇന്ന് നേതൃത്വം പറയുന്ന അതിന്റെ പിന്നാലെ പോകുന്ന, അങ്ങനെയല്ല. ഇതിനെ തിരുത്തുവാൻ കഴിയുന്ന വിധത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ മുന്നേ നിന്നുവെങ്കിൽ മാത്രമേ ഈ അവസ്ഥ മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ സംഘടനയുടെ പേരും രൂപവും ഭാവവും മാറും. അതേ ആശയങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കും. അതേ ആശയങ്ങൾ ഇന്നും നമ്മുടെ ഈ പൊതുബോധത്തിന്റെ പിന്നാലെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൂടെയായിരുന്നു അവർ കുറച്ചുകൂടെ പഴച്ചു വളരും എന്നതിന് യാതൊരു സംശയമില്ല. അതാണ് ഇന്ന് ഈ വെൽഫെയർ പ്രസ്ഥാനം വഴി നമ്മൾ കാണാൻ പോകുന്നത്. ശ്രീ ജോൺസൺ കൊച്ചുവർമ്മൻ, നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ, PFIയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ വളർച്ചയിൽ അത് ഇടതുപക്ഷത്തിന്റെ കാലത്താണ് അത് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായതെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ശ്രീ ഉമ്മൻചാണ്ടി ഭരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് കൂട്ടിലിരുന്ന് വളർന്ന ഒരു കാലഘട്ടം. അതിനെയൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇടതുപക്ഷത്തിന്റെ കാലത്താണ് അത് പൊട്ടിത്തെറിച്ചത്, അത് ശരിയാണ്. പക്ഷേ അത് അത് കൂട്ടിൽ ഇരുന്ന് വിരിയാൻ വേണ്ടി ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇനി അടുത്തത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായ വെൽഫെയർ പാർട്ടിയുമായി ഒരു ബാന്ധവത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും കേരളത്തിന്റെ ഭൂമിയെ കൊണ്ടുചെന്ന് എത്തിക്കാൻ ആണോ കോൺഗ്രസ് വീണ്ടും ശ്രമിക്കുന്നത്? തീർച്ചയായും, ഒരു സംശയമില്ല. അതായത് നമുക്ക് ചേരാൻ കൊള്ളാത്തവനെ അകറ്റി നിർത്തേണ്ടതിന് പകരം അവനൊരു സാമൂഹിക മാനം കൊടുക്കാൻ നമ്മൾ തന്നെ തയ്യാറായാൽ പിന്നെ ഇവൻ വളരെയേറെയുള്ളൂ, അല്ലേ? ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തെ അതിനൊരു സാമൂഹിക മാനം കൊടുക്കാൻ നമ്മളോടൊപ്പം, കോൺഗ്രസ്സുകാരന്റെ നേതാവിനൊപ്പം അവനെ കയറ്റിയിരുത്താൻ, പൊതുവേദിയിൽ ഇരുത്താൻ, ഇവനും പൊതു സമൂഹം അംഗീകരിക്കേണ്ടവനാണെന്ന് പൊതുസമൂഹത്തെ കാണിച്ചു കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായാൽ ആ പ്രസ്ഥാനം ഇവിടെ വളരില്ല എന്ന് ഉറപ്പുണ്ടോ? ആ പ്രസ്ഥാനം വളരും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കാര്യം ഈ ബഹുമാന VD സതീശൻ പറഞ്ഞതാ. റോബിൻ പറഞ്ഞതുപോലെ വർഷങ്ങളായി, റോബിന് ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തുള്ളതുപോലെ വർഷങ്ങളായി കോൺഗ്രസും CPM ഒക്കെ ഈ താലോലിക്കൽ നടക്കുന്നുണ്ട്. കോൺഗ്രസ് വളരെ വിദഗ്ധമായി, ശരിക്കു പറഞ്ഞാൽ ഈ 1 മണിക്കൂർ ചർച്ച കൊണ്ട് പറഞ്ഞാൽ തീരില്ല. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഈ സമുദായത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത് പറഞ്ഞാൽ 1 മണിക്കൂർ പോരാ. പാഠ്യപുസ്തകങ്ങളിൽ നിന്നും നമ്മുടെ ചരിത്രങ്ങൾ മാറ്റിയത്, അവിടെ അക്ബറും ഹുമയൂണും മാത്രം കയറിയത്, നമ്മുടെ ബഹുമാനനായ നമ്മുടെ ചാവറയച്ചൻ മാറ്റപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചാലുണ്ടല്ലോ കോൺഗ്രസിന്റെ നയമെന്താണ് നമുക്ക് മനസ്സിലാകും. ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല. പക്ഷെ കേരളത്തിൽ, ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ചില ജാതി കളികളുണ്ടല്ലോ, താഴ്ന്ന ജാതിയിൽ സവർണനും അങ്ങനെ ചില ജാതി വോട്ടുകളും ഒക്കെ ഉണ്ടല്ലോ. കേരളം അങ്ങനെയായിരുന്നോ? ഇവിടെ നവോത്ഥാന നായകനായി ചാവറയച്ചൻ അടക്കമുള്ളവർ വന്നതിന് ശേഷം കേരളത്തിൽ അങ്ങനെ ജാതി വരി ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ എല്ലാവരും തുല്യരായിട്ട് കാണുന്നവരല്ലേ? അതിനിടയിലാണ് ഈ കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഒരു ജാതീയത വളർത്തുന്നത്, മതത്തെ വളർത്തുന്നത്. എത്ര വലിയ അപകടമാണ് റോബിനെ. ഇത് ഞാൻ പറഞ്ഞല്ലോ. എന്തോ ഡോക്ടർ ചാക്കോപ്പറമ്പിൽ അങ്ങ് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അതായത് ജാതി സെൻസസ് എന്ന ഒരു സിദ്ധാന്തം ഇപ്പൊ കൊണ്ടുവരികയാണ് ജാതിയെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട്. എത്ര അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് ഇപ്പോ പോകുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ജാതി സെൻസസ്. എന്താവശ്യത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, 19ാം നൂറ്റാണ്ടിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത, ജോൺസൺ സാർ സൂചിപ്പിച്ചതുപോലെ അർണോസ് പാദ്രിയുടെയും ഹെർമൻ ഗുട്ടന്റെയും ചാവറയച്ചന്റെയും ബെഞ്ചമിൻ ബെയ്ലിയുടെയും
തുടർന്നങ്ങോട്ട് തച്ചിൽ മാത്യു തരകന്റെയും അക്കാമ്മ ചെറിയാന്റെയും ബാരിസ്റ്റർ ജോർജ് ജോസഫിന്റെയും ഒക്കെ ചരിത്രങ്ങൾ എവിടെ? അതുപോലെ 1937 മുമ്പുണ്ടായ അടിമത്ത കച്ചവടം അവസാനിപ്പിക്കൽ, മാറുമറയ്ക്കൽ സമരം, ചാന്നാർ ലഹള, അതോടൊപ്പം വന്നിരിക്കുന്ന ആദ്യത്തെ അക്ഷരമാലക്രമം ഉണ്ടാക്കിയ ഗുണ്ടട്ട്, ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം മലയാള ഭാഷ രൂപപ്പെടുത്തിയത്, ആദ്യത്തെ നിഘണ്ടു, തുടർന്നങ്ങോട്ട് വന്ന നമുക്ക് വൈക്കം സത്യാഗ്രഹങ്ങൾ, അതുപോലെ പൗരത്വ സമത്വ സിദ്ധാന്തങ്ങൾ, ഇതെല്ലാം നടത്തിയ ഈ സമൂഹത്തെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയുകയാണ് ചെയ്തത്. ഇന്ന് അവരൊക്കെ ചരിത്രം പുനർനിർമ്മിക്കുകയാണ്. 1937 കേരളത്തിൽ രൂപപ്പെട്ട ഒരു പാർട്ടിയുടെ ഘടകം ആദ്യമായി രൂപപ്പെട്ടത് 1937 CPM-ന്റെ. ഇന്ന് ഇതിന്റെ കുത്തകാവകാശങ്ങൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ചരിത്രത്തെ അപനിർമ്മിതി നടത്താനായിട്ട് കൂട്ടി നിൽക്കുമ്പോൾ ഇവിടെ ഈ ക്രൈസ്തവ സമൂഹം ഈ നാടിനെ ചാതുർവർണ്ണയത്തിൽ നിന്നും പഞ്ചമനെ മനുഷ്യനായി പോലും കണക്കാക്കാത്ത അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ ആദരിക്കണമെന്നുള്ള സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ഈ വിധത്തിലാക്കിയെടുത്തതില് ഇന്ത്യയിലെ 150 ഭാഷകൾക്കും സ്വാഭാവികമായിട്ടും അതിന് ഡയലക്റ്റിക്സ് ഉണ്ടാക്കിയതും ആ ഭാഷകളെ പുനർനിർമ്മിച്ചത് ഹിന്ദി അടക്കമുള്ള ഭാഷകളെ ഇന്നത്തെ രൂപത്തിലേക്ക് ആക്കിയെടുത്തതും ഈ ക്രൈസ്തവ സമൂഹമാണെന്ന് ഇവരൊക്കെ മറക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അതെ അതെ അതെ, അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കും സി ജോൺസൺ കൊറച്ച് ഓർമ്മയില്ല, അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കും അതിനെക്കുറിച്ച്. ചരിത്രത്തിൽ നിന്നും നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ, ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്നും നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച കോൺഗ്രസ് ഇവിടെ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവ് കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഈ നടത്തുന്നത്. ഒരു വലിയ വംശഹത്യയിലേക്ക് ഈ മുസ്ലിം സമുദായത്തെ വളർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇത് നിസ്സാര തെറ്റല്ല. കോൺഗ്രസ് ഇന്നോളം ചെയ്തിട്ടുള്ള തെറ്റുകളിലെ ഏറ്റവും ഗൗരവതരമായ കുറ്റമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രമതം ഉയർത്തുന്ന ഒരു പ്രസ്ഥാനത്തിന് സാമൂഹിക മാനം കവരുന്ന രീതിയിൽ തങ്ങളുടെ പങ്കാളികളായി വി.ഡി. സതീശൻ അവരെ പ്രഖ്യാപിച്ചത് വഴി ഈ കേരള സമൂഹത്തോട്, മതേതര കേരളത്തോട് പൊറുക്കാനാവാത്ത തെറ്റാണ് കോൺഗ്രസും വി.ഡി. സതീശനും ചെയ്തിരിക്കുന്നത്. അതവർ തിരുത്തണം, അല്ലെങ്കിൽ രാജ്യത്തിന് അപകടകരമാണ്. ക്രൈസ്തവ സമുദായത്തിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന്, മതനിരപേക്ഷതയ്ക്ക് അത് വലിയ അപകടം വരുത്തും. അത് കോൺഗ്രസ് തിരുത്തണം, അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കുറച്ച് വോട്ട് ലഭിക്കുവാൻ വേണ്ടി ഇതുപോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂടെ നിർത്തുമ്പോൾ അത് നാടിന് തന്നെ നാശത്തിന് കാരണമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ അത് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ്, പാകിസ്ഥാൻ അടക്കമുള്ള, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങൾ തന്നെയാണ് അതിനൊക്കെ ഉദാഹരണമായിട്ട് ഇവരുടെ മുന്നിൽ വെക്കാനുള്ളത്. പക്ഷേ ആ ഉദാഹരണങ്ങളൊന്നും കാണാതെ കുറച്ച് വോട്ടിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള ബാന്ധവങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഓർക്കുക, അത് നാടിനെ നയിക്കുന്നത് വളരെ രൂക്ഷമായ പ്രതിസന്ധിയിലേക്കായിരിക്കും. PFI ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്താണ് കാണിച്ചത് എന്നുള്ളത് ഇന്നും ജനങ്ങൾ മറന്നിട്ടില്ല. എന്തായിരുന്നു അവർ കാണിച്ചു കൂട്ടിയത് എന്നുള്ളതൊന്നും ആരും മറന്നിട്ടില്ല. അതേ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ ഈ കേരള സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് വളരെ മോശമാണ്. ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുക. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസിലെ ഇതിനോട് വിവരമുള്ളവർ മനസ്സിലാക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.